എങ്ങനെയുണ്ട് ആദിക്കുട്ട മുത്തശ്ശിയുടെ വിഷുക്കൈ നീട്ടം? തൊഴുതോളൂ, എല്ലാവരും തൊഴുതോളൂ. ചെമ്പകശ്ശേരിയിലെ ആരും ഒരിക്കലും മറക്കാത്ത ഒരു വിഷുവായിരിക്കും ഇത്. ഇനി എല്ലാവർക്കും എന്റെ വക വിഷുക്കൈ നീട്ടം. ഇത്തവണ എന്റെ ആദ്യത്തെ കൈനീട്ടം പൂജമോൾക്ക. ഇനി എന്റെ ആദിക്കുട്ടന്. എടാ പോലീസുകാരാ, കൈ നീട്ടറോ? ഇനി എന്റെ ആമിമോക്ക്. ഗോമതി, തീർന്നിട്ടില്ല കേട്ടോ. ഇനി എന്റെ ആദ്യക്കുട്ടനും പൂജമോൾക്കും എന്റെ വക ഒരു പ്രത്യേക സമ്മാനം. ഇനി രണ്ടുപേരും കണ്ണടച്ച് ആത്മാർത്ഥമായി ഉണ്ണിക്കണ്ണനെ ഒന്ന് പ്രാർത്ഥിച്ച്. എന്താ മുത്തശ്ശി? ആദ്യം ഞാൻ പറഞ്ഞത് നീ അനുസരിക്കേ. പ്രാർത്ഥിക്കുമോളെ. ഇനി രണ്ടാളും കണ്ണു തുറന്നോളൂ. അല്ല മുത്തശ്ശി, എന്താ ഇത്? കണ്ടില്ലേ താലിച്ചരട്? കുടുംബജീവിതത്തിലെ ഏറ്റവും പവിത്രമായ പൊന്നടയാളം. നോക്കി നിൽക്കാതെ കെട്ടുമോനെ. ഓം മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ ജീവശരദാം ശതം. ഓം മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ഠേ ഭദ്രാഭി സുഭഗേ ജീവശരദാം ശതം. കെട്ടടാ. എന്നാലും ആരെ അറിയിക്കാതെ മുഹൂർത്തം പോലും നോക്കാതെ ഇങ്ങനൊരു വിവാഹം ഇത്ര പെട്ടെന്ന് വേണമായിരുന്നു മുത്തശ്ശി. ആരെ അറിയിച്ചില്ലെന്നാരാ പറഞ്ഞേ? എല്ലാം അറിയുന്ന ഭഗവാൻ അറിഞ്ഞില്ലേ? അതുപോരെ. പിന്നെ മുഹൂർത്തത്തിന്റെ കാര്യം. ഇന്നോളം നല്ലൊരു ദിവസം മാംഗല്യത്തിന് വേറെ ഉണ്ടോ? ഭൂമി മുഴുവൻ പൊന്നണിഞ്ഞു നിൽക്കുന്ന ഇന്നല്ലേ ഒരു പെണ്ണിന് പൊൻതാലി അണിയിക്കാൻ ഏറ്റവും പറ്റിയ ദിവസം. ഭഗവാനെ കൃഷ്ണ. ആദികൂട്ടാ, ഇതെന്തൊരു പ്രാർത്ഥനയാടാ? കണ്ണു തുറക്ക്, കൈനീട്ടം വാങ്ങണ്ടേ?
നീ എന്തെങ്കിലും പകച്ചു നോക്കുന്നേ? ഹേയ്, ചെക്കന്റെ ഉറക്കപ്പിച്ച് മാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. അതെങ്ങനെയാ? പാതിരാത്രി വരെ ലാപ്ടോപ്പിന് മുന്നിലല്ലേ? അവന് പിന്നെ ലോകവിവരം ഉണ്ടാവണ്ടേ? ഇപ്പൊ പുസ്തകത്തിലല്ലല്ലോ അതൊന്നും, അല്ലേ മോനെ? കൈ നീട്ടു. കൈ നീട്ടു മോളെ. ദത്ത, ഗോമതി. കൃഷ്ണ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്താടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം സാർ. വീട്ടിലാരും കേൾക്കണ്ട, വെറുതെ അവരെ ടെൻഷൻ ആക്കണ്ടല്ലോ. വരും സാർ. സാറ്. എന്താടാ ശരവണ, എന്നെ താൻ ടെൻഷൻ ആക്കാത്ത കാര്യം പറ. ആദിത്യന്റെ ജാമ്യം ക്യാൻസലാക്കാൻ ചില കളികൾ നടക്കുന്നുണ്ട്. കൂടെ നിന്ന് ആരോ നമ്മളെ നന്നായി ഒറ്റുന്നുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി നിയമവിരുദ്ധമായി ജില്ല വിട്ടുപോയ കാര്യം ആരോ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. ഞാൻ അറിഞ്ഞത് സത്യമാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടാവും. പിന്നെ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഈ വിവരം മറ്റാരെങ്കിലും അറിഞ്ഞോ? ഇല്ല, ലീഗൽ വകുപ്പിലെ പരിചയക്കാരൻ വഴി ഞാൻ രഹസ്യമായിട്ട് ചോർത്തിയതാ. ഒരു കാരണവശാലും ഈ ന്യൂസ് ഫ്ലാഷ് ആവാൻ പാടില്ല. അവനെ രക്ഷപ്പെടുത്താൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. സർ. അളിയൻ എന്തീ പറയുന്നേ? പറഞ്ഞ ഡേറ്റിൽ തന്നെ നീ ഡൽഹിക്ക് പോന്നു. പക്ഷെ ചേരുന്ന കോഴ്സിനൊരു വ്യത്യാസമുണ്ട്. നീ അവിടെ എത്തി NLUവിൽ LLBക്ക് ചേരുന്നു. അയ്യോ, ഞാനൊന്നും LLBക്കില്ല. എനിക്ക് ലോ ഇഷ്ടമല്ല.